ച്ചത് തന്നെയാണ്. ഏത് നാശം നമുക്ക് സംഭവിച്ചാലും അതൊരു പക്ഷേ നമ്മളെ കല്ലെറിഞ്ഞാലും നമ്മെ അതാ അടിച്ചാലും കുത്തിയാലും കൊന്നാലും നമ്മെ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം റബ്ബിന്റെ തീരുമാനപ്രകാരം നടക്കുന്നതായതിനാൽ തന്നെ ഹദ്ദാദ് റതീബ് ചൊല്ലുന്ന നമുക്ക്, വിർദുൽ ലത്തീഫ് ചൊല്ലുന്ന നമുക്ക്, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ദിക്ർ പഠിച്ച നമുക്ക് റളീതു ബില്ലാഹി റബ്ബൻ وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. ഓണപ്പറമ്പിലെ മനസ്സ് വേദനിക്കുന്ന സുന്നി പ്രവർത്തകരെ, അതുപോലെ അതാ പല പ്രദേശങ്ങളിലും കണ്ണൂർ ജില്ലയിലും മറ്റ് ജില്ലകളിലും അക്രമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് വിഷമിക്കുന്ന സുന്നി പ്രവർത്തകരെ, നമ്മുടെ റബ്ബല്ലേ അല്ലാഹു തആല, ആ റബ്ബ് തരുന്ന മുസീബത്തുകളെല്ലാം നമുക്ക് ആഖിറത്തിലേക്ക് സമ്പാദ്യമാണ് കേട്ടോ. ഹബീബായ നബി തങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അവിടുത്തെ മുമ്പല്ല് പൊട്ടിത്തെറിച്ചിട്ടില്ലേ? അവിടുത്തെ തല പൊട്ടിയിട്ട് രക്തം വന്നിട്ടില്ലേ? അവിടുത്തെ കാലിൽ രക്തം പൊട്ടി ഒലിച്ചിട്ടില്ലേ? ഇതൊക്കെ യജമാനനായ റബ്ബിന്റെ തീരുമാനമല്ലേ? അതൊക്കെ അവിടുത്തേക്ക് ദറജകളെ എത്തിക്കൊടുക്കാനല്ലേ? അവിടുത്തെ അനുയായികൾ ഖിയാമത്ത് നാൾ വരെ അക്രമങ്ങളും അതുപോലെ അനീതികളും വരുമ്പോ അതിന്റെ മുന്നിൽ പതറാതെ നെഞ്ഞൂക്കോടെ ഉറച്ചു നിന്ന് അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചിട്ട് അത് പ്രചരിപ്പിക്കാനല്ലേ? ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ വകുൻ റജുലൻ അലൽ അഹ്വാലി ജൽദാ വസീമതുക സബാഹതു വൽ വഫാഉ. മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, ആ മഹാൻ പാടിയ രണ്ട് വരികളാണിത്. ഇത് ഏകദേശം ഒരു 1989 കാലത്ത് ഞാൻ കൊടുവള്ളിയിൽ വെച്ച് ചൊല്ലിയിട്ടുണ്ട്. ഒരു 25 കൊല്ലം മുമ്പ് അത് ചൊല്ലാനുണ്ടായിരുന്ന കാരണം, ഞാൻ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ വന്ന പാവം മുതഅല്ലിമീങ്ങൾ അവരുടെ തലയിലേക്ക് ഉരുളൻ കല്ല് വന്ന് വീഴുന്നു, രക്തമിങ്ങനെ പമ്പ് ചെയ്യുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ ഈ ബൈത്ത് ചൊല്ലിയിട്ടുണ്ട്, ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ദിവസങ്ങളങ്ങ് വിടൂ മോനെ, അല്ലാഹുവിന്റെ ഖളാ അനുസരിച്ച് നടക്കുന്നതൊക്കെ നടക്കും. നീ വകുൻ റജുലൻ, നീ ആൺകുട്ടിയായി ജീവിക്കണം മോനെ, അലൽ അഹ്വാലി ജൽദ, ഏത് പ്രയാസം വരുമ്പോഴും ധീരതയോടെ നീങ്ങണം മോനെ. വസീമതുക സബാഹതു വൽ വഫാഉ, നിന്റെ സ്വഭാവം നീ വിട്ടുവീഴ്ചയുള്ളവനാകണം. ഇങ്ങോട്ട് കല്ലെറിഞ്ഞവനെ പകരം കല്ലെറിയണ്ട, ഇങ്ങോട്ട് തെറി പറഞ്ഞവനെ അങ്ങോട്ട് തെറി പറയണ്ട, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവനെ അങ്ങോട്ട് ചീത്ത പറയണ്ട, ഇങ്ങോട്ട് നിസ്സാരപ്പെടുത്തിയവനെ നീ നിസ്സാരപ്പെടുത്തണ്ട, നീ അങ്ങനെ അങ്ങോട്ടൊന്നും ചെയ്യണ്ട. അവരെല്ലാം കാണുന്നൊരു റബ്ബുണ്ട്, അവരെല്ലാം നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട്, അവൻ തന്നെ വേണ്ടതങ്ങ് ചെയ്തോളും. അൽഹംദുലില്ലാഹ്. ഓണപ്പറമ്പിൽ നമ്മളത് കണ്ടില്ലേ? ഓണപ്പറമ്പിൽ നമ്മളത് കണ്ടില്ലേ? നമ്മളെ പ്രവർത്തകന്മാരെ ജയിലിലടക്കാൻ ശ്രമിച്ചവർ ജയിലിൽ അടങ്ങില്ലേ? അല്ലാഹുവല്ലേ നിയന്ത്രിക്കുന്നവൻ, അല്ലാഹുവല്ലേ കാണുന്നവൻ, അവനല്ലേ കേൾക്കുന്നവൻ. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിൽ നിങ്ങൾ മറികടക്കണ്ട. നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിലുള്ളവരാണ്. അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ കാണുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോളൂ. ഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്.
ആ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കൂ മുഅ്മിനീങ്ങളെ. എങ്കിൽ ആ റബ്ബിന്റെ സഹായം എവിടെയും നമുക്ക് ലഭിക്കും. പക്ഷേ മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അമ്പിയാക്കൾക്ക്